ആദ്യം രാജ്യം പിന്നെ പാർട്ടിയാണ് എന്ന നിലപാടാണ് തനിക്കുള്ളതെന്ന് ശശി തരൂർ എം പി. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ചിലപ്പോൾ മറ്റ് പാർട്ടികളുമായും സഹകരിക്കേണ്ടി വരും. പലരും തന്നെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ താൻ ചെയ്തത് രാജ്യത്തിനു വേണ്ടിയുള്ള ശരിയായ കാര്യമെന്നും തരൂർ പറഞ്ഞു. എറണാകുളത്ത് ഒരു സ്വകാര്യ പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവെയാണ് പരാമർശം. Sometimes the parties feel that is disloyal to them, and that becomes a big problem. Which is your first loyalty? To my mind, the nation comes first. Parties are a means of making the nation better. So to my mind, whichever party you belong to, the objective of that party is to create a better India in its own way. Now, parties have every right to disagree about the best way of doing that, the best way of making a better India. Some of us may say, let's say, more capitalism. Some may say more socialism. Some may be in favor of certain kinds of regulatory controls. Some may be against too much regulation. So you have different points of view. That's fine. But ultimately, we must all be committed to a better India, a safer India, an India whose borders are protected, whose territory is safe, whose people's well-being can be nurtured. And that is my commitment. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, ഇത് എന്തായിരുന്നു പരിപാടി? ഏത് പരിപാടിയിലാണ് തരൂർ സംസാരിച്ചത്? അമൃത, എറണാകുളത്ത് നടന്ന ഒരു സ്വകാര്യ പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവെയാണ് ഇത്തരത്തിലൊരു പരാമർശം ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് നിലവിലെ സാഹചര്യം നമുക്കറിയാം. ഈ വിവാദ പരാമർശങ്ങൾ നടത്തി, മോദിസ്ഥിതികളും മറ്റും നടത്തി, നെഹ്റു കുടുംബത്തെ അടിയന്തരാവസ്ഥയും സംബന്ധിച്ചുള്ള വിവാദ പരാമർശങ്ങൾക്കൊക്കെ ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ തരൂരിനെതിരെ ഒരു പ്രതികരണം വന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ പല പാർട്ടി പരിപാടികളിൽ നിന്നും തരൂരിനെ മാറ്റി നിർത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് എറണാകുളത്ത് തന്നെ നടക്കുന്ന പല പരിപാടികളിലും തരൂരിനെ മാറ്റി നിർത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. ക്ഷണിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇന്ന് എറണാകുളത്ത് തന്നെ നടന്ന ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കവേ ഇത്തരത്തിലൊരു പരാമർശവുമായി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ആദ്യം രാജ്യമാണ് മുൻപിലുള്ളത്, അത് കഴിഞ്ഞാണ് പാർട്ടി. ചിലപ്പോൾ ദേശീയ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ മറ്റു പാർട്ടികളുമായിട്ടൊക്കെ സഹകരിക്കേണ്ട കാര്യം വരാറുണ്ട്. ഇത് പാർട്ടിയോടുള്ള വിധേയത്വം ഇല്ലായ്മയായി പലപ്പോഴും വ്യാഖ്യാനിക്കാം. താൻ ഉൾപ്പെടുന്ന പാർട്ടിയോടുള്ള വിധേയത്വമായി പലപ്പോഴും വ്യാഖ്യാനിക്കാം. പക്ഷേ തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തന്റെ മുൻഗണന എന്ന് പറയുന്നത് അത് രാജ്യമാണ് എന്നാണ് തരൂർ സൂചിപ്പിച്ചത്. മാത്രമല്ല, ഒരു മെച്ചപ്പെട്ട ഇന്ത്യ സൃഷ്ടിക്കലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം. അത് മുൻനിർത്തിയാണ് താൻ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് താൻ പറഞ്ഞ കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യം മുൻനിർത്തി തന്നെയാണ്, താൻ ചെയ്യുന്ന കാര്യങ്ങളും ആ ഒരു കാര്യത്തിന് മുൻനിർത്തി തന്നെയാണ്. അത് മറ്റു രീതിയിൽ ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. പക്ഷേ തന്റെ മുന്നിലുള്ളത് രാജ്യമാണ്, രാജ്യസുരക്ഷയാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. തന്റെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമല്ല താൻ ഉള്ളത്, തന്റെ മൊത്തത്തിലുള്ള ആദ്യത്തെ മുൻഗണന എന്ന് പറയുന്നത് അത് രാജ്യമാണെന്നുള്ള തരത്തിലുള്ള പരാമർശമാണ്. മാത്രമല്ല, നെഹ്റുവിന്റെ ഒരു കോട്ട് കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഹു ലീവ്സ് ഇഫ് ഇന്ത്യ ഡൈസ്. അതായത് ഇന്ത്യ ഇല്ലെങ്കിൽ മറ്റാരുണ്ടാകുമെന്നുള്ള തരത്തിലുള്ള പരാമർശം കൂടി ഓർമ്മിപ്പിച്ചാണ് തരൂർ സംസാരിച്ചത്. അത് കഴിഞ്ഞ മാധ്യമങ്ങളോട് സംസാരിക്കവെയും തരൂർ ഇത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. അതായത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞ ലേഖനത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലേഖനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് താൻ മുൻപും പുസ്തകത്തിൽ എഴുതിയത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. അന്ന് തന്നെ വായിക്കാത്ത ആളുകളാണ് ഇപ്പോഴും തന്നെ വിമർശിക്കുന്നത്. മുൻപ് തന്നെ താൻ 1997 തന്റെ പുസ്തകത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.